വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. സദൻ ഗസയിൽ അൽമവാസി അഭയാർത്ഥി ക്യാമ്പിലെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആക്രമണത്തിൽ 60-ലധികം പലസ്തീനികൾ കൊല്ലപ്പെടുകയും 100-നടുത്ത് പലസ്തീനികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ സുരക്ഷിത മേഖല എന്ന് പ്രഖ്യാപിച്ച അൽമവാസി റെഫ്യൂജി ക്യാമ്പിലെ ടെന്റുകളാണ് ഇസ്രായേൽ സേന മനുഷ്യനെ ഒരുക്കിക്കളയാൻ പ്രാപ്തിയുള്ള അമേരിക്കൻ നിർമ്മിത വിനാശകരമായ ബോംബുകൾ വർഷിച്ചത്. വലിയ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായാൽ തന്നെ ഇത്രയും വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുക അപൂർവമാണ്. എന്നാൽ സദൻ ഗസയിലെ അൽമവാസിയിൽ ഇസ്രായേൽ ബോംബിങ്ങിൽ രൂപം കൊണ്ട ഗർത്തം കണ്ടാൽ ഏതൊരു മനുഷ്യന്റെയും ഉള്ളു പിടിച്ചു പോകും. വീഡിയോയിൽ നമുക്ക് കാണാനാവും അവിടെ രൂപം കൊണ്ട ഗർത്തത്തിന്റെ താഴ്ചയും വ്യാപ്തിയുമൊക്കെ. കൂറ്റൻ കെട്ടിടങ്ങൾക്ക് മുകളിലിട്ടാൽ പോലും അവ തകർന്ന് തരിപ്പണമായി ഭൂമിക്കടിയിലേക്ക് താഴ്ന്നിറങ്ങാൻ താഴ്ത്തിക്കളയാൻ പ്രാപ്തിയുള്ള ബോംബുകളാണ് ടെന്റുകളിലെ മനുഷ്യർക്ക് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രയോഗിച്ചത്. ടെന്റുകളിൽ കഴിയുന്ന മനുഷ്യർക്ക് നേരെയാണ് ഇസ്രായേൽ ഈ ബോംബുകൾ പ്രയോഗിച്ചതെന്ന് ഓർക്കുമ്പോൾ ഇസ്രായേലിന്റെ ക്രൂരത, ഇസ്രായേലിന്റെ ഭീകരത എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ടെന്റുകൾ പലതും മണ്ണിനടിയിലേക്ക് ആഴ്ന്നുപോയിട്ടുണ്ട്. ബോംബിന്റെ ശക്തിയിലും അതിന്റെ താപത്തിലും നിരവധി മനുഷ്യർ ഉരുകിത്തിരികയാണ് ചെയ്തത്. ഇത്രമാത്രം ക്രൂരത കാണിക്കാൻ ഈ സാധാരണ മനുഷ്യർ എന്ത് പാപമാണ് ഇസ്രായേലിനോട് ചെയ്തത്? എന്നിട്ടിപ്പോഴും അമേരിക്ക പറയുന്നത് ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നാണ്. ഇന്നലെ അത്രമാത്രം ദാരുണമായ കൂട്ടക്കൊല നടത്തിയ ഇസ്രായേൽ ഇന്ന് രാവിലെ നടത്തിയ ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടത് 20 ഫലസ്തീനികളാണ്. ഇതിൽ തെക്കൻ കാന്യൂൻസിലെ ഒരു കുടുംബത്തിലെ 13 പേർ കൂട്ടത്തോടെ കൊല്ലപ്പെട്ടു. 13 പേരുടെ മരണത്തിനിടയാക്കിയത് ഒരു വീടിന് നേരെ നടത്തിയ ആക്രമണത്തിലാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഇസ്രായേൽ ആർമി കഴിഞ്ഞ രാത്രിയിൽ തെക്കൻ ലബനാനിലെ നിരവധി ഗ്രാമങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തി. ഇസ്രായേൽ സൈന്യം പറയുന്നത് അവർ തെക്കൻ ലബനാനിലെ 30ഓളം റോക്കറ്റ് ലോഞ്ചറുകളും നിരവധി ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളും തകർത്തു എന്നാണ്. ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഹാനാൻ പറഞ്ഞത് ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്നും തെക്കൻ ലബനാനിലേക്ക് അതിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നാണ്. എന്നാൽ യോഹാനാൻ ഇതിനു മുമ്പും ഇതേ വാക്കുകൾ പറഞ്ഞിട്ടുള്ളതാണ്. അതേസമയം തെക്കൻ ലബനാനിൽ നിന്നും നോർത്തേൺ ഗസയിലേക്ക് ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. ഇസ്രായേൽ സേന വെസ്റ്റ് ബാങ്കിലെ ടൂബസ് പട്ടണത്തിൽ നടത്തിയ ആക്രമണത്തിൽ 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഫലസ്തീൻ റെഡ് ക്രസന്റ് പറയുന്നത് പരിക്ക് പറ്റിയവരെ കൊണ്ടുപോകാൻ ഇസ്രായേൽ സേന ആംബുലൻസിനെ പോലും കടത്തിവിട്ടില്ല എന്നാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്രായേലി സൈന്യത്തിന്റെ വെടിവെപ്പിൽ തന്നെയാണ് അമേരിക്കൻ തുർക്കി ആക്ടിവിസ്റ്റായ ഐഷർ നൂരിസ്കി കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സമ്മതിച്ചു. ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഐഷർ നൂരി കൊല്ലപ്പെട്ടത്. എന്നാൽ ഇസ്രായേൽ സേന പറയുന്നത് ഐഷർ നൂരിസ്കി കൊല്ലപ്പെട്ടത് അവിചാരിതമായി തന്നെയാണ് എന്നാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ ലക്ഷ്യം അവളായിരുന്നില്ലെന്നാണ്. എന്നാൽ സൈന്യം പറയുന്നത് അവളായിരുന്നു ആ പ്രതിഷേധ റാലിയുടെ പ്രധാന ശക്തി കേന്ദ്രം എന്നാണ്. ഇതിൽ നിന്നും സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇസ്രായേൽ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ അവരെ വെടിവെച്ചു കൊന്നതെന്ന്. എന്നാൽ അമേരിക്ക പറയുന്നത് ഐഷർ നൂരിയുടെ കൊലപാതകം പ്രകോപനപരവും നീതീകരിക്കാനാവാത്തതുമാണെന്നാണ്. പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ ആരും കൊല ചെയ്യപ്പെടാൻ പാടില്ല. അവരുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിന്റെ പേരിൽ ആരുടെയും ജീവിതം അപകടത്തിലാവാനും പാടില്ല. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവണം. അവിടുത്തെ ഇടപെടലുകളിലും കാതലായ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് അമേരിക്ക പറയുന്നത്. എത്ര ലാഘവത്തോടെയാണ് അമേരിക്ക പറഞ്ഞു നിർത്തിയത്. കൂടുതൽ ശക്തമായ ഭാഷ അമേരിക്കയ്ക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇസ്രായേലിന്റെ കാര്യത്തിൽ അമേരിക്ക അത്രയേ പറയൂ. കഴിഞ്ഞ ചില വർഷങ്ങളായി പ്രദേശത്ത് ഇസ്രായേൽ സേന കൊന്നുതള്ളിയത് 17ഓളം പ്രതിഷേധക്കാരെയാണ്. അതിൽ വിദേശികളെന്നോ ഫലസ്തീനികളെന്നോ വേർതിരിവുണ്ടായിട്ടില്ല. അതിനർത്ഥം ഫലസ്തീന്റെ മണ്ണിൽ നിന്നും ആരെയും ഇസ്രായേലിന് നേരെ പ്രതിഷേധിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ്. ഐഷർ നൂരിസ്കിയുടെ ശവസംസ്കാര ചടങ്ങിൽ സംബന്ധിച്ച സഹ ആക്ടിവിസ്റ്റുകൾ പറഞ്ഞത് ഞങ്ങൾ വളരെയധികം ഭീതിയിലാണെന്നാണ്. എന്നിരുന്നാലും ഫലസ്തീൻ ജനതയ്ക്കുള്ള ഞങ്ങളുടെ പിന്തുണ തുടർന്നുകൊണ്ടേയിരിക്കും. 2003 അമേരിക്കൻ ആക്ടിവിസ്റ്റ് റേച്ചൽ കോറി ഗസയിൽ കൊല്ലപ്പെട്ടത്. 2003 ഗസയിലെ ഇസ്രായേലിന്റെ ബുൾഡോസർ ആക്രമണത്തിനെതിരെ പ്രതികരിച്ച റേച്ചൽ കോറിയെ ബുൾഡോസർ കയറ്റിയെ വളരെ മൃഗീയമായാണ് ഇസ്രായേൽ അന്ന് കൊന്നുകളഞ്ഞത്.